വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോകുന്ന ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സാമിന് പോവേണ്ട ഒരു ധൃതിപ്പാടും ആ ഒരു തിരക്കും റഷും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് പേപ്പർ എക്സാമാണ്. ഇതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. ഒരു 3 ദിവസം ലീവിന് വീട്ടിൽ പോവാണ്. ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ മാത്രം നാട്ടിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി ആരും പോകുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ പോവില്ല. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബസ്സുണ്ട് ഹോസ്റ്റലിലേക്ക്. അങ്ങനെ ഹോസ്റ്റലിലെത്തി ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു. ഭയങ്കര വെയിലായതുകൊണ്ട് വയ്യ വെയിലത്ത് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടും കാര്യം. എല്ലാവരും എക്സാം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് ഓടുകയായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഒരാൾ ഓടിപ്പോണ് കണ്ടാൽ മനസ്സിലാവും ഉറങ്ങാൻ വേണ്ടി പോകണം. ഉറക്കില്ലാതിരുന്ന് പഠിച്ചിട്ട്. അപ്പോൾ ഞാൻ മാത്രം നാട്ടിൽ പോകും. നമുക്ക് ഒന്ന് റെഡി ആവണം. റെഡിയായി കഴിഞ്ഞിട്ട് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വേഗം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷം കാണിക്കാം. ലെറ്റർ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഔട്ട് പാസ് നമുക്ക് വേഗം പോയി ഔട്ട് പാസ് ആയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ മാറ്റി റെഡിയായി വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാം അല്ലേ. വേഗം പോയിട്ട് ഔട്ട്. അങ്ങനെ ഹോസ്റ്റലിൽ ഞാൻ ഇറങ്ങി. അവിടെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ ക്യാബ് അതായത് ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. അപ്പോൾ ഔട്ട് പാസ് വാങ്ങിയിട്ടുണ്ട്. ഈ ഹോസ്റ്റലിന് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം പോവേണ്ടത്. അവിടെ ഔട്ട് പാസ് വാങ്ങിച്ച് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എൻട്രി ഇട്ട് എപ്പോൾ വരും എപ്പോഴാണ് ഇറങ്ങുന്ന ടൈം അടക്കം എഴുതിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൽ എത്തുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ കോയമ്പത്തൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല രീതിക്ക് തോന്നിയത് ഈ ഓല ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ വരുന്നത്. എനിക്ക് നാട്ടിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. റെഡ് ടാക്സി പോലുള്ളതൊക്കെ ഉണ്ടെന്നാലും എനിക്ക് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയത് ഓല ബുക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത് എളുപ്പമാണ്. പെട്ടെന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം. ഒരു 5 മിനിറ്റിൽ നമ്മൾ ഓട്ടോ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര രസമാണ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ നേരത്ത് ഭയങ്കര പുകഞ്ഞിരിക്കുകയായിരുന്നു. ലഗേജും കാര്യങ്ങളും അധികമൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒരു ബാഗും പിന്നെ ഒരു ഹാൻഡ് ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡാർക്ക് സർക്കിൾസൊക്കെ കാണിച്ചായിരുന്നു. പക്ഷേ വീഡിയോയിൽ ക്യാമറയിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു സാധനം കാണാനില്ല. അപ്പം ഉറങ്ങിയിട്ടില്ല എക്സാം ആയതുകൊണ്ട്. വീട്ടിൽ പോയിട്ട് ഉറങ്ങാമെന്ന് പറയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞാനും ഓട്ടോ ചേട്ടനും ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പിറകിൽ. അപ്പം ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് KSRTC ഒക്കെ കിട്ടും. പാലക്കാട് എല്ലായ്പ്പോഴും ഉണ്ടാവും. അപ്പം ഉണ്ടാവാറുണ്ട് എല്ലായ്പ്പോഴും. പാലക്കാട്ടിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് ബസ്സുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കാണാൻ രസമായിട്ട് തോന്നിയൊരു സ്ഥലം എന്ന് പറയുമ്പം ഞാൻ കണ്ടതിൽ വെച്ച് എന്ന് പറയുമ്പോൾ ഈ ഉക്കടൻ ലേക്കാണ്. പക്ഷേ ഞാൻ ഇതുവരെ 1-2 തവണ മാത്രമാണ് ഈ 3 വർഷമായിട്ട് ഞാൻ അവിടെ പോയിട്ടുള്ളത്. ഞങ്ങൾ ഔട്ടിങ്ങിനൊന്നും അങ്ങനെ പോവാറില്ല. അങ്ങനെ നമ്മളിതാ പാലക്കാട്ടിലേക്ക് 51 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക്. അങ്ങനെ ഉക്കടം ബസ് സ്റ്റാൻഡാണ് ഞാൻ എപ്പോഴും പോവാറ്. ഗാന്ധിപുരം ഉണ്ട്. ഗാന്ധിപുരത്ത് എനിക്ക് പോകണ ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, അറിയാത്തതുകൊണ്ടാവും. ഉക്കടം ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ എത്തി. അപ്പോൾ ഞാൻ ഓടിച്ചാടി പോകുന്നത് എൻ്റെ മൈൻഡിൽ KSRTC ബസ് കിട്ടും എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അന്ന് ബസ്സുകൾ കുറവായിരുന്നു. ആ പച്ച ബസ്സിൽ ഞാൻ കയറി പോയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് വണ്ടി എനിക്കിഷ്ടമില്ലാത്തൊരു വണ്ടി അല്ലെങ്കിൽ ബസ്സായിരുന്നു. എനിക്കത് കയറേണ്ടി വന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു കെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൽ തന്നെ കയറി. എൻ്റെ മുഖം കണ്ട മനസ്സിൽ എനിക്ക് ഇഷ്ടപ്പെടാനിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ബസ്സിൽ തന്നെ കയറേണ്ടി വരും. ഭയങ്കര ചൂട്, അതുകൊണ്ട് എവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ.
ഞാനതിൽ പറയുമ്പോൾ തന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് ഭയങ്കര ഇഷ്ടം. എല്ലാ ബസ്സിലും എല്ലാ വണ്ടിയിലും എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ അതിൽ ഓടിച്ചാടി കയറി ഇരുന്നു. ബസ് അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോഴൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പോകെ ഭയങ്കര വെയിലടിപ്പായിരുന്നു. വെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും വീടെത്തിയിട്ട് തലവേദന എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരെ എത്തിപ്പോയി. അതായത് അത്രയ്ക്കും വെയിൽ കൊണ്ടിട്ട് ഞാൻ എന്തോ ഉണങ്ങാനിരിക്കുന്ന പോലെ ഇരിക്കണ്ടായിരുന്നു അത്രയും വെയിലത്ത്. എന്നാൽ ഞാൻ വിൻഡോ സീറ്റിൽ നിന്ന് മാറിയിരുന്നില്ല കേട്ടോ. ഭയങ്കര കാറ്റായിരുന്നു, ഹീറ്റർ വെച്ചിട്ടുള്ള ഒരു കാറ്റായിരുന്നു. അത്രയ്ക്കും ഭയങ്കര ചൂടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് പാലക്കാടേക്ക് 60 രൂപയാണ്, 59 രൂപയാണ് KSRTCയിൽ. ഇതിൽ 60 1 രൂപ. എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ വീടെത്തിയിട്ട് അവിടെ നിന്ന് എന്താ പറയുക, ഈ പറയും പോലെ ഉമ്മ വരും വിളിക്കാൻ വേണ്ടി. ഉമ്മ ഓട്ടോയിൽ വരും. സാധാരണ അങ്ങനെയാണ്. അല്ലെങ്കിൽ പപ്പ ഉണ്ടെങ്കിൽ പപ്പ വരും. പപ്പ ഇന്നില്ല. അതായത് പപ്പാക്ക് വേറെ പരിപാടി ആയതുകൊണ്ട് ഉമ്മയാണ് വിളിക്കാൻ വേണ്ടി വരുന്നത് ഓട്ടോയിൽ. അതായത് ഓട്ടോ ഡ്രൈവറിനെ വിളിച്ചിട്ട് ഉമ്മ വരിക. എൻ്റെ മുഖം കണ്ടറിയാം അത്രയ്ക്കും ഞാൻ ഇരുന്നത് വേണ്ടിയിരുന്നില്ല എന്നുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ കോട്ട സൈഡാണ്. അതായത് കോട്ട മൈതാനം സൈഡിൽ നിന്ന് പാലക്കാടുള്ളവർക്ക് അറിയാം മൈതാനം സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെ എത്തി സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ അവിടെ എത്തും എന്ന് എന്നോട് പറഞ്ഞെങ്കിലും എന്നെ ഒരുപാട് നേരം അത്യാവശ്യം സമയം എന്നെ പോസ്റ്റ് അടിപ്പിച്ചു ഉമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എത്താറായി ഉമ്മ ഇറങ്ങാൻ വൈകിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് നേരം പോസ്റ്റായിരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെ ഉമ്മനെ വിളിച്ചു, പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഓട്ടോ വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലായിരിക്കും പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോയി നിന്നപ്പോൾ ബാക്കിലേക്ക് വരാൻ പറഞ്ഞു. ചൂടും കൊണ്ട് ഭ്രാന്ത്. തലവേദനയ്ക്ക് ഒരു സുഖമില്ലാത്ത യാത്രയായിരുന്നു അത്. സുഖമേ ഇല്ലാത്ത യാത്ര. ഞാൻ കറക്റ്റ് നട്ടുച്ച നേരത്തായിരുന്നു കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചു. എന്നാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു ബോട്ടിൽ വെള്ളം പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ദാഹമായിരുന്നു. അപ്പം ഞാനും ഉമ്മയും അനീത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ 3 പേരും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഞാനൊരു കട്ട്ലേറ്റും ഒരു മാംഗോ ജ്യൂസുമാണ് പണ്ടുണ്ടായിരുന്നത്. നല്ല ദാഹമുള്ളത് കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കുടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ടീഷർട്ട്സ് വാങ്ങണം എന്നുള്ളൊരു അനീതിക്ക് വേണം എന്നുണ്ടായതുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി. അതിൻ്റെ ഇടയ്ക്ക് മിനുവിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ പെൻഡിങ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ സാധാരണ വീട്ടിലേക്ക് വരുന്ന വ്ളോഗൊന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ ചോദിച്ചൊരു വെറൈറ്റി പിടിക്കാൻ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വ്ളോഗ് കാണുന്നവരിക്കും. ബൈ.